ഹലോ, എസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ കുറച്ച് മുത്തുമണികളുണ്ട്. അപ്പോൾ അവരുടെ ഓണാഘോഷ പരിപാടികളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. നമുക്ക് ആദ്യം ധനുവിൻ്റെ കഥ ഒന്ന് കേട്ട് നോക്കിയാലോ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, നീച്ചാടി മറന്നല്ലോ. ഓണ കഥ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരു വർഷം കൂടെ കണ്ടു. ഏത്? പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. തുമ്പപ്പൂ ഉണ്ടായിരുന്നു. ആ തുമ്പപ്പൂ ചെറുതായിരുന്നു. അതിനെ കാട്ടി മാത്രമേ കാണുള്ളായിരുന്നു. അപ്പോൾ ധനുവിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി ധനുവിൻ്റെ ചേച്ചി ബാലഭദ്രയുടെ ഒരു ഓണക്കഥയാണ്. ദിവസം അവരെല്ലാവരും കൂടെ ഒരു ചർച്ച വെച്ചു. അതിലൊരാൾ പറഞ്ഞു, ഇന്ന് എൻ്റെ വിളവ് നല്ലതായിരുന്നു, രാജാവിന് കാണില്ല, എനിക്ക് 2 സ്വർണ്ണ പതക്കം കിട്ടി. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എൻ്റെ പേര് ആർജവ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ കഥയാണ് പറയാൻ പോകുന്നത്. കുളത്തിൽ കുറച്ച് മീനുണ്ട്. ആർജവിൻ്റെ കഥയ്ക്ക് ശേഷം 4 പേരും കൂടി ഒരു പാട്ടാണ്, ഇല്ലുമിനാട്ടി. പാട്ടിൻ്റെ കരോക്കെ ഒരു വഴിക്ക്, പാട്ട് വേറെ വഴിക്കായിരുന്നു. എല്ലാവരും ചിരിച്ചൊരു വഴിയായി. അടുത്തത് സ്മൃതിയുടെ കീബോർഡ് പ്ലേയിങ് ആണ്. അവൾ തനിയെ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാണ്. അടിപൊളിയായിട്ട് വായിച്ചു. തനിയെ പഠിച്ചതാണ്. വാശിയേറിയ സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. സുന്ദരിനെ കണ്ട് ആരും ഞെട്ടരുത്. അപ്പം നമുക്ക് ധനുവിൻ്റെ ഹൈറ്റിനനുസരിച്ച് സുന്ദരീനെയൊക്കെ ഫിക്സ് ചെയ്തു ജനലിൽ. ഇനി മത്സരം ആരംഭിക്കാൻ പോവാണ്. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്. ഇതൊക്കെ എന്ത്? എന്നെ കുത്തുന്ന കാര്യം. തനിയാറോ കള്ളിപ്പാള ഓടി കേട്ടോ. തോന്നുന്നു പറയാം.
ഓ, ഇനി ഉപ്പില്ലല്ലേ ഒട്ടിക്ക് എന്നിട്ട് പറയാലോ. മുന്തിരിക്ക് പോട്ട് തൊട്ടല്ലേ ഞാൻ ജയിച്ചു. ഇനി പിള്ളേരുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ്. അത് കഴിഞ്ഞ് സ്പൂൺ റേസ് നടത്തി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. വാശേറി കുപ്പിയിൽ വെള്ളം നിറയ്ക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തറയുടെ അടുത്ത് തീരുമാനിക്കും. ചിപ്സ് ഒക്കെ എടുത്ത് കഴിക്കട്ടാ. ബൈ. നീ എന്താ പറയാൻ വന്ന ക്രിസ്മസ് എന്നാ? അവനെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. ആ സ്പീക്കർ എടുക്ക. എവിടെയാ